യേശു ജീവിത ശില്പി എന്ന തീമിൽ VBS 2025 അവതരിപ്പിക്കുന്ന ഒരു കലാവിഷ്കാരം, ശില്പിയുടെ ശില്പങ്ങൾ. കൊള്ളാം. ഇനി എൻ്റെ മനസ്സിൽ ഒന്നുകൂടെ ബാക്കിയുണ്ട്. അതോടെ പൂർത്തിയാക്കിയിട്ട് വേണം ഒന്ന് സ്വസ്ഥമാകാൻ. ശില്പി പോയെന്നാ തോന്നുന്നേ. യോനാച്ച, നിങ്ങളുടെ അനുസരണക്കേട് ഇതുവരെ മാറിയില്ലേ? ഇപ്പൊ ഞാൻ പ്രശ്നക്കാരനായില്ലേ? കുറ്റപ്പെടുത്താതെ, ഇത് അനുസരണക്കേടൊന്നും അല്ലല്ലോ. നമുക്ക് ഈ ശില്പശാലയിൽ സ്വാതന്ത്ര്യമുണ്ടല്ലേ? നോഹ പറഞ്ഞത് ശരിയാ. നമ്മൾ വെറും ശില്പങ്ങളല്ലല്ലോ, എല്ലാ കഥാപാത്രങ്ങളെയും നമ്മളിൽ അതുപോലെ കൊത്തിവെച്ചിരിക്കുകയല്ലേ. യഥാർത്ഥത്തിൽ യേശുവേ, താങ്കളൊരു ജീവിത ശില്പിയല്ലേ? തീർച്ചയായിട്ടും എന്റെ ജീവിതത്തിൽ തന്നെ മാറ്റിമറിച്ചത് ഈ പുള്ളിയാണ്. പൗലോസിന്റെ കഥ കേൾക്കും മുമ്പേ യേശുവിന്റെ ഒരു പാട്ട് കേട്ടാലോ? അത് ശരിയാ. എന്നാ പിന്നെ ജീവിത ശില്പി പൗലോസിന്റെ ജീവിതം എങ്ങനെ മാറ്റിയതെന്ന് നമുക്ക് കേൾക്കാം. എന്റെ കാര്യമൊന്നും പറയണ്ട. ഞാൻ മതം തലയ്ക്ക് പിടിച്ച് യേശുവിന്റെ ആളുകളെ കൊന്നെടുക്കാൻ ഇറങ്ങിയതാ. ആര് വന്ന് പിന്തിരിപ്പിക്കാൻ നോക്കിയിട്ട് മാറാത്ത ശില പോലെ. പക്ഷേ യേശു ഇടപെട്ടപ്പോ ഞാൻ ആകെ മാറി. പിന്നെയാ ശൗലു പൗലോസായത്. എന്ത് പ്രശ്നം വന്നിട്ടും തളരാത്ത ശില പോലെ അവൻ അങ്ങ് മാറി. ജയിലിൽ കിടന്നിട്ടും അടിയും ഇടിയും കൊണ്ടിട്ടും കൊല്ലാൻ നോക്കിയിട്ടും പിന്നെ പൗലോച്ചൻ പിന്മാറിയിട്ടേ ഇല്ല.
പവറൊന്നും ഇല്ലേലും എൻ്റെ കാര്യവും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാ. എന്നോട് യേശു നിനവയിലേക്ക് പോകാൻ പറഞ്ഞു. പക്ഷെ ഞാൻ അതൊന്നും കേൾക്കാതെ തർസീസിലേക്ക് കപ്പൽ കയറി. ഞാൻ അനുസരണക്കേട് കാട്ടിയതിനുള്ള പണിയും എനിക്ക് കിട്ടി. എന്നെ അവർ കടലിൽ എറിഞ്ഞു. ഭാഗ്യത്തിന് എന്നെ ഒരു തിമിംഗലം വിഴുങ്ങി. തിമിംഗലത്തിന്റെ വയറ്റിൽ കിടന്ന ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. ഒരാൾ മാത്രം വിചാരിച്ചാൽ ഒന്നും നടക്കൂല എന്ന് തോന്നുന്നവർക്ക് ഇതൊരു മാതൃകയാ. അയ്യോ, ശില്പി വരുന്നുണ്ട്, എല്ലാരും അടങ്ങി നിന്നോ. വേണ്ട വേണ്ട, എന്നെ കാണിക്കാൻ ആരും അടങ്ങി നിൽക്കണ്ട. ഞങ്ങള് വെറുതെ ഞങ്ങളുടെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നേ. കുഴപ്പമില്ല, നിങ്ങൾക്ക് കഥ പറയാൻ ഞാൻ പുതിയൊരു ശില്പത്തെ കൂടി തീർക്കുന്നുണ്ട്. യൂദാസ്. അവൻ്റെ രൂപമുണ്ടാക്കാൻ പറ്റിയൊരു മോഡലിനെ തപ്പി കുറേ നാളായി ഞാൻ നടക്കുന്നു. എൻ്റെ മനസ്സിലിണങ്ങിയ ഒരുത്തനെ ഇന്നെനിക്ക് കിട്ടി. അവൻ്റെ തലയ്ക്ക് പിടിച്ച ലഹരിക്കാണെങ്കിൽ പണം നൽകാമെന്ന് പറഞ്ഞപ്പോൾ അവൻ കൂടെ പോന്നിട്ടുണ്ട്. ബ്രോ, അതെ, എനിക്ക് ഒരുപാട് സംസാരിച്ചിരിക്കാൻ സമയമില്ല. എനിക്ക് ഗെയിം കളിക്കാൻ ഫ്രണ്ട്സ് വെയിറ്റിംഗ് ആണ്. സ്റ്റഫ് അടിക്കാൻ കുറച്ച് ക്യാഷ് കിട്ടുന്ന കേസായിട്ട് വന്നതാണ്. തിരക്ക് കൂട്ടണ്ട, നിനക്ക് പോയിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. നിന്റെ വണ്ടിയിൽ ചീറിപ്പാഞ്ഞു വന്നതിൻ്റെ ക്ഷീണം ഞാനൊന്നാദ്യം തീർക്കട്ടെ. നിന്നെ ഞാൻ ഇതിനു മുമ്പ് എവിടോ കണ്ടിട്ടുണ്ടല്ലോ. അതെങ്ങനെ ശരിയാകും? നമ്മൾ വെറും ശില്പമല്ലേ. ഈ ശില്പശാലയിൽ നിന്ന് പുറത്തു പോലും പോയിട്ടില്ല. വെറുതെ അങ്ങ് ഒറിജിനൽ യേശു ആകാൻ നോക്കല്ലേ. ആ, പിടികിട്ടി. ഇവനെ ഞാൻ ഈ ശില്പശാലയിൽ തന്നെ കണ്ടിട്ടുണ്ട്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഈ ശില്പി ആദ്യം പണിതത് എൻ്റെ രൂപമാണ്. അതിന് മോഡലാക്കാൻ കൊണ്ടുവന്നതും ഇവനെ തന്നെയാണ്. ചുമ്മാതല്ല, രണ്ടും ഒരുപോലെ ഇരിക്കുന്നത്. ശരിയാ, ഞാൻ ഓർക്കുന്നു. അതൊക്കെ പഴയ കാലം, പള്ളി പോരുന്ന കാലം. എൻ്റെ വൈബ് ഇപ്പം അതൊന്നും അല്ല. എനിക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കണം. എൻ്റെ കാര്യത്തെ ആരും ഇടപെടാൻ വരുന്നത് എനിക്കിഷ്ടമല്ല. അടിച്ചു പൊളിക്കുന്നതൊക്കെ കൊള്ളാം, അടിപൊളിയാന്ന് നോക്കണം. ചില ഇടപെടലുകളും അതിരുകളും തടയല്ലല്ലോ, സംരക്ഷണമാണല്ലോ. എന്നെ കൊണ്ട് ദൈവം പെട്ടകം പണിയിച്ചു. അതിനുള്ളിൽ കയറിയവർക്ക് ആർക്കും ഇറങ്ങാൻ പറ്റില്ലായിരുന്നു. പക്ഷേ അത് സംരക്ഷണമായിരുന്നു. ഓൾഡ് മാൻ, എനിക്ക് ഉപദേശം കേൾക്കാൻ താല്പര്യമില്ല. എന്നെ ഇവിടെ കൊണ്ടുവന്ന് കട്ട പോസ്റ്റാക്കിയ ആ ശില്പി എവിടെ പോയി? വെട്ടമടിച്ച് എന്റെ ജീവിതം മാറ്റിയ പോലെ ഒരു മിന്നാമിഞ്ഞ് വെട്ടമെങ്കിലും ഇവന് കിട്ടിയായിരുന്നേ. ഒന്നും വേണ്ട, ഈ ഉറുമ്പിനെ കണ്ടെങ്കിലും ഈ ചെക്കനൊന്ന് മാറിയാ മതിയായിരുന്നു. Thank you.
പോലുള്ള ഈ ഓൾഡ് ജനറേഷന്റെ ഉപദേശം കേട്ട് ഞാൻ മടുത്തു. അല്ലേലും നിങ്ങൾക്കൊക്കെ ചില്ലടിച്ച് നടക്കാൻ പറ്റാത്തതിന്റെ അസൂയല്ലേ? സോ സാഡ്. എന്നാ പിന്നെ ഈ ഫ്രീക്കിനോട് നമ്മുടെ BBS ന്യൂജൻ പിള്ളേർ തന്നെ പറയട്ടെ. കേൾക്കാനൊക്കെ സുഖമുണ്ട്, പക്ഷെ ഇതൊന്നും നടപടിയാവുന്ന കേസല്ല. മോനെ, എനിക്ക് നിന്റെ പഴയ രൂപത്തിൽ കാണാൻ ആഗ്രഹമുണ്ട്. പഴയ രൂപം ഇടയ്ക്ക് ഞാനും ആഗ്രഹിക്കും, പക്ഷെ പറ്റൂല. നിങ്ങൾ ഈ കാണുന്ന പോലെ ഞാൻ ഒറ്റയ്ക്കല്ല. എന്നെ വിടാതെ പിന്തുടരുന്ന പലരുണ്ട്. അവർ വിളിക്കുമ്പോൾ ഞാൻ അറിയാതെ അങ്ങ് പോകും. ആരുടെ ഇപ്പൊ ഇതൊക്കെ? നീ എന്തോന്നടേ ഈ പറയുന്നേ? ഞങ്ങളൊന്നും ആരും കാണുന്നില്ലല്ലോ. കാണൂല. നിങ്ങളാരും കാണുന്നില്ലെങ്കിലും നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. ആരുടെ നീ? നീയല്ല, ഞങ്ങൾ. ഞാൻ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ പലരാണ്. ഞാൻ ലഹരി, നിന്റെ കണ്ണന്തമാക്കി നീ സുഖത്തിലാണെന്ന് തോന്നിപ്പിക്കുന്നവൻ. ഞാനാണ് മൊബൈൽ, നിന്നെ തിരക്കിലാക്കി നിന്റെ സമയത്തേക്ക് അവരുന്നവൻ. കേശ് തൊട്ട് പണം മണി. ഞാനില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് നിന്നെ കൊണ്ട് ഞാൻ തോന്നി. നിന്റെ മസ്തിഷ്കത്തിൽ അക്രമം കയറ്റുന്നവൻ. കളയാൻ പറ്റുന്നില്ല. നിനക്ക് ഒറ്റയ്ക്ക് പറ്റുന്നില്ലേല് ഞങ്ങൾ സഹായിക്കാം. നീ യേശുവിനെ കൂട്ടുപിടിക്കുക.